നമസ്കാരം. രാജ്യത്ത് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്നതാണ് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിന് പിന്നാലെ അസ്മ എന്ന യുവതി മരിച്ച സംഭവം. അമിത രക്തസ്രാവമാണ് അസ്മയുടെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. വിശ്വാസമോ അവിശ്വാസമോ തലയ്ക്ക് പിടിച്ച് അമ്മമാരെ പരീക്ഷണ വസ്തുവാക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ്. 2019-2014 കാലഘട്ടത്തിൽ ഇത്തരം 2000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അറിയാതെ പോകുന്നത് അതിലും അധികം. ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിലാണ് മാതൃശിശു മരണനിരക്ക് സംസ്ഥാനം കുറച്ചുകൊണ്ടുവന്നത്. അവിടെ നിന്ന് നമ്മുടെ നാടിനെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുത്താൽ ആർക്ക് എന്ത് നേട്ടം കിട്ടും? വിശ്വാസമോ അന്ധവിശ്വാസമോ? ആരാണ് വില്ലൻ? അസ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. എം സുൽഫത്ത്, വനിതാ അവകാശ പ്രവർത്തക; ഡോക്ടർ റീന എൻ.ആർ., ഗൈനക്കോളജിസ്റ്റ്; അബ്ദുൾ ഗഫൂർ, അക്യൂപങ്ചറിസ്റ്റ്; ജലീൽ മാമാങ്കര, ISM സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം; റേബ ഡാനിയൽ, ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ഇപ്പോൾ ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ റീന എൻ.ആർ. ആണ്, ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ റീന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കേരളത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് സ്ഥാനം. മാതൃശിശു മരണനിരക്കിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെയൊക്കെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത സംസ്ഥാനത്ത് കണ്ടുവരുന്നു. ഇത് ആദ്യമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ വരുമ്പോൾ അങ്ങനെയല്ല, ഇതൊരു പ്രവണതയായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതാണ്ട് 3.8-4 lakhs, അതായത് 3.8 മുതൽ 4 ലക്ഷം വരെ പ്രസവങ്ങളാണ് കേരളത്തിലെ ആവറേജ് ഒരു വർഷം സംഭവിക്കുന്നത്. നമ്മുടെ മാതൃമരണ നിരക്ക് ഏതാണ്ട് വെൽ ഡെവലപ്ഡ് കൺട്രീസിനോട് ഒപ്പം നിൽക്കത്തക്കവണ്ണം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഓരോ മാതൃമരണങ്ങളും മുടിനാരിഴ കീറി പരിശോധിച്ച് അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ CRMD, കോൺഫിഡൻഷ്യൽ റിവ്യൂ ഇൻറ്റു മെറ്റേണൽ ഡെത്ത് നടത്തി കാരണങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ ഓരോ പ്രസവം ഓരോ ഗർഭിണിയെയും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ മാതൃമരണ നിരക്ക് ഇത്ര കുറഞ്ഞ. ഏതാണ്ട് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ 30-ൽ താഴെ മാതൃമരണങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ 100-നോട് അടുപ്പിച്ച് 70-80 ആണ് നമ്മുടെ മാതൃമരണ നിരക്ക്, ഇന്ത്യയുടെ മുഴുവൻ മാതൃമരണ നിരക്ക് കാണിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ താഴെയുള്ള ലെവലിലേക്ക് കേരളത്തിൻ്റെത് കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മൾ ഈ ഗർഭിണികളെ ആ രീതിയിൽ ഉള്ള പരിഗണന നൽകി ആശുപത്രികളിൽ പ്രസവങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാതൃമരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4,119 മെറ്റേണൽ ഡെത്ത്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ ഏതാണ്ട് 30-32 ആ നിരക്കിലാണ് മാതൃമരണങ്ങൾ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാല് ഒരു 10,000 പ്രസവത്തില് 30-ൽ താഴെ 3-ൽ താഴെ മാതൃമരണങ്ങളാണുള്ളത്. 1 ലക്ഷത്തിൽ 30-ൽ താഴെ, 10,000-ൽ 3-ൽ താഴെ മാതൃമരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഹോം ഡെലിവറി അഥവാ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഏതാണ്ട് 382 ഹോം ഡെലിവറീസിൽ നമുക്ക് ഒരു മാതൃമരണം ഉണ്ടായി എന്നതാണ് വസ്തുത. അതായത് 380 പ്രസവത്തിൽ ഒരു മാതൃമരണവും സ്റ്റിൽ ബോൺ ആൻഡ് നിയോനേറ്റൽ ഡെത്ത്, അതായത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഈ 382-ൽ നമുക്ക് 17 സ്റ്റിൽ ബോൺ എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്തുണ്ടാകുന്ന മരണമാണ്. അതുപോലെ 12 നിയോനേറ്റൽ ഡെത്ത്, അതായത് പ്രസവം കഴിഞ്ഞുടനെ ഉണ്ടാകുന്ന നവജാത ശിശു മരണവുമാണ് ഈ 382 ഹോം ഡെലിവറി കേസസിൽ നമുക്ക് വന്നേക്കുന്നത്. അപ്പം ഇത്രത്തോളം അല്ലാതെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൻ്റെത് 10-ൽ താഴെ ഒറ്റ അക്കത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ സ്ഥാനത്താണ് 382 പ്രസവത്തിൽ ഏതാണ്ട് 17-ഉം 10-ഉം 27-29ഓളം നവജാത ശിശുക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതിനോടൊപ്പം ഒരു മാതൃമരണവും നടന്നിരിക്കുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഹോം ഡെലിവറീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും. ഡോക്ടർ റീന,
നമ്മുടെ രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഉണ്ടാകുന്ന പ്രസവങ്ങൾ അതൊക്കെയും ആശുപത്രിയിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും അത് സാധ്യമാകാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ പല സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി ഇല്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അതല്ല സാഹചര്യം. നമ്മൾ ഓരോരുത്തരെയും ആശുപത്രിയിൽ എത്തിക്കാൻ ബോധവൽക്കരണം ഉൾപ്പെടെ കാലങ്ങളായി നടത്തി അതിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്ന് പിന്തിരിഞ്ഞുള്ള ഈ നടത്തം അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അതിനെ എങ്ങനെ ചെറുക്കണം? ആരോഗ്യവകുപ്പ് അതിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് നമ്മുടെ ആശാ വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഫീൽഡ് തല JPHNs ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്. ഇവരെല്ലാവരും ഹോം വിസിറ്റ് നടത്തി ഗർഭിണികളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ നൽകുകയും പ്രസവം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആക്കണം എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ നമ്മൾ ഇവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി അഭിയാൻ, മാതൃ ശിശു സംരക്ഷണ അഭിയാൻ എന്ന രീതിയിൽ PMSA നമ്മൾ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആശുപത്രികളിലേക്ക് എത്താൻ സാഹചര്യം ഇല്ലാത്ത രോഗികളെ തൊട്ടടുത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി കെയർ ഗൈനക്കോളജിസ്റ്റ് ഉള്ള താലൂക്ക് ആശുപത്രികളിലോ ജില്ലാ ആശുപത്രികളിലോ എത്തിയില്ലെങ്കിൽ പോലും CHC PHC ലെവലിൽ തന്നെ അത്തരം ഗർഭിണികളെ കണ്ടെത്തുകയും അവരെ ആശുപത്രിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന കെയർ നൽകുകയും ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി M. സുൽഫത്ത്, ഇപ്പോൾ മാതൃശിശു മരണനിരക്കിൽ നമുക്ക് വളരെ കുറവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം അത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിച്ചുണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രസവം വീട്ടിലാകണം എന്ന തരത്തിലുള്ള പ്രചാരണം അത് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ കൂടുന്നു എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് മതത്തിന് പുറത്ത് ഏതെങ്കിലും പ്രത്യേക മതത്തിൽ അല്ലാതെ തന്നെയും ഇത്തരം ഒരു പ്രവണതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വലിയ അനാസ്ഥയുണ്ടാകുന്നു. 5 മണിക്ക് പ്രസവം നടന്നിട്ട് 9 മണി വരെയും അവർ അനുഭവിച്ച വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴൊന്നും ചികിത്സ ഉറപ്പാക്കുന്നില്ല. ആ ഘട്ടത്തിലെങ്കിലും ചികിത്സ ഉറപ്പാക്കിയിരുന്നു എങ്കിൽ അവരെ രക്ഷിക്കാമായിരുന്നു എന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതകളുണ്ട്. ഇവർ പുറം ലോകത്തുമായി വലിയ പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമോ പുലർത്തുന്നവരായിരുന്നില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആ കുഞ്ഞിപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുകയാണ്. ആ നവജാത ശിശുവിനെയും കൊണ്ട് അത്രയും ദൂരം സഞ്ചരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന്റെ ജീവന് പോലും ഒരു വില കൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇതെങ്ങനെ വേണം നമ്മൾ കാണാൻ? ഏതെങ്കിലും ഒരു മതവുമായി കൂട്ടിക്കെട്ടി ഇതിനെ കാണണമോ? ആ മതത്തിന്റെ വിശ്വാസങ്ങളുമായി ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിൽ പല തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്ത് കേരളം വളരെയേറെ മുന്നോട്ടാണ് എന്നും ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് ഒക്കെ കുറയ്ക്കാൻ കഴിഞ്ഞതൊക്കെ ആധുനികതയുടെ ഭാഗമായിട്ടും അതുപോലെ ശാസ്ത്രീയ ബോധത്തിന്റെ ഭാഗമായിട്ടും ആരോഗ്യരംഗത്തെ പ്രത്യേക പരിഗണനയും ഒക്കെയായി ബന്ധപ്പെട്ട് ആണ്. അതുപോലെ പലപ്പോഴും ഇപ്പം പറഞ്ഞ ഗാർഹിക പ്രസവത്തിൽ ഒരു മരണത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മരണമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് ഈ ഗാർഹിക പ്രസവങ്ങൾ വളരെ പോസിറ്റീവാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു പുതിയ പ്രവണത, അതായത് പ്രസവിക്കുക എന്നുള്ളത്, പ്രസവം എന്നത് രോഗാവസ്ഥയല്ല എന്നും അത് പഴയ ആളുകളൊക്കെ വീടുകളിൽ പ്രസവിച്ചിരുന്നുവെന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു പുതിയ ആധുനികാനന്തര കാലത്ത് ഈ രീതിയിലുള്ള ചില ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ സ്ത്രീകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ കണക്കുകൾ നോക്കുക മാത്രമല്ല, യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട യൂട്യൂബ് പ്രഭാഷണങ്ങൾ വളരെയധികം മറ്റു മതങ്ങളുടെ ചോദിച്ചതുപോലെ ഇതൊരു മതത്തിന്റെ പ്രശ്നമായി കാണണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ
ഇസ്ലാം മതത്തിന്റെ മാത്രം പ്രശ്നമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ ഇസ്ലാം മതത്തെ അപമാനിക്കലാണ്, അല്ലെങ്കിൽ അവഹേളിക്കലാണ്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഗാർഹിക പ്രസവങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആണെന്ന് റിപ്പോർട്ടുകൾ കാണുന്നു. അതിലെ നമ്മുടെ അത്തരം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ എന്ന് കാണുന്നു. ഇതിന്റെ പ്രചരണം ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇതുപോലെയുള്ള മത പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ ദിവ്യ വിജ്ഞാനികളെന്നോ തന്ത്രവാദ ചികിത്സ നടത്തുന്നതൊക്കെ സ്വയം വിളിക്കുന്ന ചില ആൾക്കാർ. ഇവരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, അതായത് ആധുനികതയൊക്കെ വളരെ മോശമാണെന്നും പഴയതൊക്കെയാണ് ശരിയെന്നും പറയുന്ന തരത്തിൽ അവരുടെ പ്രചരണങ്ങൾ. ആ പ്രചരണത്തിൽ നോക്കൂ, ഒരു വീഡിയോ, ആന പ്രസവിക്കുന്നില്ലേ, പശു പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, അവരൊന്നും ആശുപത്രികളിൽ പോകുന്നില്ലല്ലോ, പിന്നെന്തിനാണ് മനുഷ്യൻ മാത്രം പോകുന്നത്, പ്രസവം ഒരു രോഗമല്ല എന്ന രീതിയിലുള്ള ഒന്നിലധികം, ഒന്നോ രണ്ടോ അല്ല വളരെയധികം യൂട്യൂബ് വീഡിയോ നമുക്ക് കിട്ടും. ഒറ്റ സെക്കൻഡോട് ഈ പറയുന്ന വ്യക്തതക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടാൻ ശ്രമിച്ചത്. താങ്കൾ പറയുന്ന കാര്യം വളരെ വാല്യുബിൾ ആണെങ്കിൽ പോലും ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നം നേരിടുന്നു. അതൊന്ന് ശരിയാക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ ക്ലാരിറ്റി ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്, പറഞ്ഞോളൂ. ഇത്തരം ഈ ഇതിൽ വീണു പോകുന്നത് പൊതുവെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത്. അതിന്റെ കാരണം ഇതുകൊണ്ടാണ് ഇത്തരം പ്രഭാഷണങ്ങൾ, മറ്റൊരു പ്രഭാഷണങ്ങളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. എങ്ങനെ ആയാൽ പോലും ഈ ഒരു അമ്മയോട് ചെയ്തത് ഒരു പക്ഷെ ന്യായീകരിക്കാൻ വേണമെങ്കിൽ പറയാം, ആശുപത്രി പ്രസവത്തിൽ മരണം സംഭവിക്കുന്നില്ലേ, അതുപോലെ ഇതുവരെ നടന്ന എല്ലാ പ്രസവത്തിലും മരണം സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമെങ്കിലും ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് എന്നാണ്. ആ ഒരു ജീവൻ അവർക്കത്, അതോടുകൂടി 5 കുട്ടികളാണ് അനാഥരായി പോയത്. ഇത് കേൾക്കുന്നില്ലേ? പിന്നെയും ആ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കുണ്ടായിരുന്നില്ല. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിലെത്താം, അത് ക്ലിയർ ചെയ്തതിന് ശേഷം താങ്കളിലേക്ക് എത്താം എന്ന് കരുതുന്നു. ശ്രീ ജലീൽ മാമാങ്കര, താങ്കളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് നമുക്ക് ഒരു ദൃശ്യം കാണാം. ഈ ശരീഅത്ത് പ്രസവം എന്ന് പറഞ്ഞാണ് ഓൺലൈൻ ചാനലുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുത്തിരുന്നത്. വീട്ടിലെ പ്രസവത്തിന് ആദരിക്കപ്പെടുന്ന യുവതികളെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. അത് കണ്ടതിന് ശേഷം താങ്കളിലേക്ക് വരാം. നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചറിവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനമെടുക്കുകയും പണ്ടുകാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ, അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വളരെ ഹൃദ്യമായി അത്തരം ആളുകളെ, നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച ആളുകളെ ഒന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിക്കുകയാണ്. ആ നിമിഷത്തിൽ വേദിയിൽ നമ്മളോടൊപ്പം ഇവിടെ വേണ്ടത് അക്യൂ മാസ്റ്റർ നുസ്രത്ത് മാഡം, അക്യൂ മാസ്റ്റർ സീമ സിദ്ദീഖ്. ഓക്കെ, ഒരുപാട് ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഫുൾ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നില്ല. അക്യൂഷ് എന്ന ഒരു സംഘടന നടത്തിയതാണ് ഈ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടത്. മറ്റൊന്ന് ഒരു പ്രഭാഷണമാണ്, അതുകൂടി കേട്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തില് ഇവരെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ഇനിയും എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ശരി, അതല്ല ഞാൻ ഉദ്ദേശിച്ച വീഡിയോ, അതല്ല, അതിലേക്ക് വരാം. ശ്രീ ജലീൽ മാമാങ്കര, ഇതിപ്പോൾ അക്യൂഷ് എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തിയതാണ്. ആ ചടങ്ങിൽ വരുന്നവർ, ഈ ആദരവ് ഏറ്റുവാങ്ങുന്നവർ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാം. വീട്ടിൽ പ്രസവിച്ചു എന്നതാണ് അവരുടെ ഈ അവാർഡിന് അർഹരാക്കിയ കാരണങ്ങൾ. അപ്പോൾ വീട്ടിൽ പ്രസവം വേണം എന്നതിന് വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുകയാണ്. അത് മതപ്രഭാഷകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരുണ്ട്, ഇതുപോലെയുള്ള സംഘടനകളുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മതം യഥാർത്ഥത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇതില് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വളരെ ചെറിയ ഒരു പ്രയാസം വന്നാൽ പോലും അതിന് ചികിത്സ നേടുക എന്നത്
വളരെ പ്രാധാന്യത്തോടു കൂടി മതം പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈ മതത്തിന്റെ പേരിൽ ഇത് മാത്രമല്ല, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ 2025 നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നരബലി നടന്ന ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്. ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ 5 നേരത്തെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിന് പാല് കൊടുത്താൽ മതി എന്ന് ആളുകളെ വിശ്വസിപ്പിച്ച ഒരു സിദ്ധന്റെ വാർത്ത കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവനെ കൊന്നൊടുക്കി ജീവിതത്തിൽ സ്വാസ്ഥ്യം ലഭിക്കാൻ ആ മനുഷ്യ ശരീരത്തിലെ മാംസം എടുത്ത് അത് വേവിച്ച് കഴിക്കണമെന്ന് ആളുകളെ പഠിപ്പിച്ചു കൊടുത്ത വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചു. 596 പവനാണ് കാസർഗോഡ് ഒരു സഹോദരൻ ആ പണം ഇരട്ടിപ്പിക്കാം, സ്വർണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്ന് വാങ്ങിയത്. ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന അന്ധവിശ്വാസങ്ങൾ അഭംഗുരം തുടരുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമം, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ആളുകൾ, ഈ അക്യുഷ് എന്നൊക്കെ പറഞ്ഞ് അക്യുപഞ്ചർ എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിലുള്ള 3-4 സൂചി കൊണ്ട് ഒരു തലവേദനയോ പനിയോ ഒക്കെ അവർക്ക് ഒരു പക്ഷെ മാറ്റാൻ കഴിയുമെന്ന് വരും. ഒരു സ്ത്രീയുടെ പ്രസവത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതിന് അവരുടെ കയ്യിൽ എന്താണ് ചികിത്സയുള്ളത്? ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാകുന്ന ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസം, അത് തിരിച്ചറിയാൻ അവരുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആ സമയത്ത് ഒരു ഓപ്പറേഷൻ വേണം, അവരുടെ കയ്യിൽ എന്താണുള്ളത്? ഇതൊന്നുമില്ലാത്ത ഈ സംവിധാനങ്ങളെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, വിശ്വാസം എന്നത് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നൽകാനുള്ളതാണ്. അതല്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ ആളുകളെ കൊലക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹികമായ വിഷയമാണ്. ഇവിടെ ഒരു മാതാവ് മരണപ്പെടുന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ജാതി, ഏതാണ് മതം, ഏതാണ് വിശ്വാസം എന്നൊരു കുട്ടിക്കില്ല. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മാതാവിനെ നഷ്ടപ്പെടുന്നു, ആ കുഞ്ഞ് അനാഥയാകുന്നു. അതുകൊണ്ട് ഇതൊരു സാമൂഹിക വിഷയമായി കണ്ടുകൊണ്ട് കേവലം നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ നാളെയോ മറ്റന്നാളോ മറ്റൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത് മറക്കും. നമ്മുടെ നാട്ടിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ലഹരിയായിരുന്നു, അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഗീയമായിട്ടുള്ള ചില ചർച്ചകൾ വന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ ഈ ചർച്ചകളും കഴിഞ്ഞു പോകും. ഇത് വളരെ പ്രധാനപ്പെട്ട, വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ഇതിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണവും ശക്തമായ ജലീൽ മാമാങ്കര, നമ്മുടെ നാട്ടിലെ സംവിധാനം ഞാൻ പറയട്ടെ, ഈ സംഭവത്തിൽ തന്നെ ആശാ വർക്കർമാർ ആ വീട്ടിൽ പോവുകയാണ്, ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ്. അവർ 2-3 തവണ അവിടെ പോയിട്ടുണ്ട്. അവസാനം 8-ാം മാസത്തിലാണ് അവർ ഗർഭിണിയാണെന്ന വിവരം പോലും പുറത്തറിയുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന പരിമിതികൾ എന്ന് പറയാം, അതിനുള്ളിൽ നിന്ന് അവർ ഇടപെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, സ്വയം മതപ്രഭാഷകരെന്ന് അവകാശപ്പെടുന്നവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നു. അവർ അത് വെച്ച് അവർക്ക് ആവശ്യമുള്ള നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്ന് പറയാൻ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടേ? യഥാർത്ഥം മതം എന്താണ് പറയുന്നതെന്ന് അവരിലേക്ക് എത്തണ്ടേ? ഇങ്ങനെ തെറ്റായിട്ടുള്ളവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ആ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതല്ലേ? യഥാർത്ഥത്തിലുള്ള മതം ഞങ്ങളൊക്കെ പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷം ആളുകൾ ഗർഭിണിയായത് മുതൽ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണിക്കുകയും ചികിത്സ നേടുകയും ശാസ്ത്രീയമായി ചിന്തിക്കുകയും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുകയും ധാരാളമായ ഡോക്ടർമാർ വളർന്നു വരികയുമൊക്കെ ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിലുള്ള മതവും വിശ്വാസവും, നിങ്ങൾ ചികിത്സിക്കണം രോഗം വന്നാൽ, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ വിശ്വാസവും മതവും ഒക്കെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ മാർക്കറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയധികം നരബലി നടന്ന ഒരു നാട്ടിൽ പിഞ്ചു കുഞ്ഞിനെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ വേണ്ടി അറുകൊല നടത്തിയ ഒരു നാട്ടിൽ, മനുഷ്യ ജീവനുകളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി വേവിച്ച് ഭക്ഷിച്ച ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഈ അന്ധവിശ്വാസ നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല? ഈ അവസാനത്തെ ഈ കൊലപാതകം വരെ, ഞാനിത് നടന്ന് ഈ വാർത്ത അറിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ശക്തമായി അപലപിക്കുകയും ഈ വിഷയത്തിൽ അഭിപ്രായം പാസാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ആദർശവും ഒക്കെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാനുള്ളതാണ് എന്ന് മതപ്രഭാഷകരും മതസംഘടനകളും പറഞ്ഞതുകൊണ്ടാണ്
നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഒന്നിച്ച് നേരിടേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം ഇതിൽ ഒരു ഭാഗത്തുകൂടെ അന്ധവിശ്വാസം കടന്നു വരുന്നുണ്ട്, യാതൊരു സംശയവുമില്ല, അത് കടന്നു വരുന്നുണ്ട്. മറ്റൊരു മാർഗത്തിലൂടെ അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ കടന്നു വരുന്നു. ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികളിൽ എല്ലാ മനുഷ്യരും ഭാഗവാക്കുകളാണ്, എല്ലാവരും ഭാഗവാക്കുകളാണ് ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതികളിൽ. ഇതിനെ രണ്ടിനെയും 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോലും പാസ്സാകാത്ത ആളുകൾ 3 മാസവും 6 മാസവും 1 വർഷവും ഒക്കെ കോഴ്സ് എടുത്ത് MBBS-ഉം MD-യും ഒക്കെ കഴിഞ്ഞ ആളുകളെക്കാൾ വലിയ ഡോക്ടർമാരായി ചമയുന്ന ഒരു നാട്ടിൽ ഇതൊരു സാമൂഹിക വിഷയമായി ഏറ്റെടുത്ത് ശക്തമായ മാനുഷിക പ്രതിരോധം ഇതിനെതിരെ നമ്മൾ തീർക്കേണ്ടതുണ്ട്. ശരി, മതവുമായി ബന്ധമില്ല എന്നതാണ് ശ്രീ ജലീൽ മാമാങ്കര പറഞ്ഞു വെക്കുന്നത്. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ അബ്ദുൾ ഗഫൂർ, താങ്കൾ ഒരു അക്യൂപങ്ക്ചറിസ്റ്റ് ആണ്. ഇവിടെ ഈ മരിച്ച യുവതിയും അവരുടെ ഭർത്താവും ഇത് പഠിച്ചിരുന്നവരാണ്, പ്രാക്ടീസ് ചെയ്തിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം കൂടി നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വീട്ടിൽ ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ തന്നെ നാട്ടിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട്. ഗർഭിണികളെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ പ്രസവം എടുക്കുക, ഇതൊക്കെ അക്യൂപങ്ക്ചറിസ്റ്റുകൾക്ക് പറ്റുന്ന പണിയാണോ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിൽ ഉന്നയിച്ചത്. ഇതില് ആദ്യമായിട്ട് നമ്മുടെ പ്രബുദ്ധമായ സാക്ഷര കേരളത്തിൽ ഇത്തരത്തിലുള്ള വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ പലതവണ നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അക്യുപങ്ക്ചർ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഈ ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ പ്രകാരം ലോകത്തെ 2ാമത്തെ വൈദ്യശാസ്ത്രമാണ് അക്യുപങ്ക്ചർ. മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ളതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് അക്യുപങ്ക്ചർ. എന്നുവെച്ചാൽ വ്യക്തമായ കൺട്രോൾഡ് സ്റ്റഡി നടന്നിട്ടുള്ള സയന്റിഫിക്കലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ട്രഡീഷണൽ ചൈനീസ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി നടത്തിയത് മുഴുവൻ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണെന്ന് അർത്ഥം. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഡോക്ടർമാരായാലും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ്. ഈ ചൈനയിലാണെങ്കിലും ഞാൻ പഠിച്ചപ്പോഴും എന്നെ പഠിപ്പിച്ചത് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ലോകോത്തരമായിട്ടുള്ള സമുന്നതമായ ഒരു വൈദ്യശാസ്ത്രത്തെ കേരളത്തിന്റെ തെരുവിൽ ഇത്രയും നിഷ്ഠൂരമായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കത്തക്ക രീതിയിൽ വലിച്ചഴക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് പൊതുജനങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുവരേണ്ടത്. കാരണം ഇവിടുത്തെ ചോദ്യം അക്യുപങ്ക്ചർ എന്ന് മാത്രമാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഒരു അസുഖത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മൈഗ്രെയിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിനെ കുറിച്ച്, ഒരു ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള റൂട്ട് കംപ്രഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നെറ്റിൽ പോകുമ്പോൾ അതിൽ വേൾഡ് സ്റ്റഡീസ് അതിൽ കിടക്കുകയാണ്. ഈ സ്റ്റഡീസിൽ അക്യുപങ്ക്ചർ എഫക്റ്റീവ് ആണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആളുകൾ അക്യുപങ്ക്ചർ ട്രീറ്റ്മെന്റിലേക്ക് പോകും. കാരണം ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ്. ഇത് അക്യുപങ്ക്ചർ അല്ല എന്ന് തീർത്ത് പറയാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്കും പൊതുജന പ്രവർത്തകർക്കും ബാധ്യതയുണ്ട്. കാരണം ഇത് അക്യുപങ്ക്ചറേ അല്ല. ഞാൻ പഠിച്ചിട്ടുള്ള അക്യുപങ്ക്ചറിലെ എമർജൻസി മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസവം എടുക്കുന്ന സിസ്റ്റമോ ഇല്ല. അക്യുപങ്ക്ചറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമായി സയന്റിഫിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ 3 വർഷവും WHO അക്യുപങ്ക്ചർ എഫക്റ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും പെടാത്ത ഒരു സംഭവം സംഭവിക്കുകയും അത് കേരളത്തിൽ അക്യുപങ്ക്ചറിന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യാണ്. കഴിഞ്ഞ 26 വർഷമായി ഒരു ഫുൾ ടൈം അക്യുപങ്ക്ചറിസ്റ്റ് ആണ് ഞാൻ. കാരണം ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലെ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, മെഡിക്കൽ കൗൺസിൽ അഫിലിയേറ്റഡ് സെന്ററിൽ നിന്ന് പഠിച്ച് ചൈനയിൽ നിന്നും അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ 26 വർഷമായിട്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഒരിക്കൽ പോലും ഇന്ന് അക്യുപങ്ക്ചറിസ്റ്റ് ആണെന്ന് പൊതുജന മധ്യേ പറയാൻ കഴിയാത്ത വിധം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഓരോന്ന് സംഭവിക്കുമ്പോഴും അക്യുപങ്ക്ചർ സയൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞങ്ങൾ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഞങ്ങൾ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് അക്യുപങ്ക്ചർ അല്ല, ഇതിന്റെ പേര് നിങ്ങൾ അക്യുപങ്ക്ചർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇവിടെ പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൽ എല്ലാ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള, മോഡേൺ മെഡിസിൻ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ പൊതുവായിട്ടുള്ള ഒരു പ്രമേയം പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് ഇത് അക്യുപങ്ക്ചർ അല്ല, നിങ്ങൾ അക്യുപങ്ക്ചർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഈ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഇത് അക്യുപങ്ക്ചറിന്റെ തലയിൽ കെട്ടിവെക്കരുത്. എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളായാലും പൊതുജനങ്ങളായാലും
ഇതിനെ വ്യാജ ചികിത്സാ രീതിയെന്നോ അല്ലെങ്കിൽ വ്യാജ അക്യുപഞ്ചർ എന്നോ പറയുന്നില്ല. ഇപ്പൊ ഈ ചികിത്സാ രീതിക്ക് ഗുണമുണ്ടോ ഇല്ലയോ, അതിന് ക്ലിനിക്കൽ റിസൾട്ട് ഉണ്ടോ, അത് ആധികാരികമാണോ, അത് വേറെ വിഷയം. പക്ഷെ അവർ ചെയ്യുന്ന ചികിത്സ, അത് പറയാൻ ഞാൻ ആളല്ല, ഞാൻ അക്യുപഞ്ചറിന്റെ വക്താവാണ്. അവർ ചെയ്യുന്ന ചികിത്സ അക്യുപഞ്ചർ അല്ല. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഈ രീതിയിൽ ഒരു ചികിത്സ അല്ലെങ്കിൽ പ്രസവം വീട്ടിലെടുക്കാനുള്ള ഒരു സാധ്യത തേടലില്ല. ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റും അക്യുപഞ്ചറിലെ എമർജൻസി മെഡിസിൻ ഇല്ല, എമർജൻസി മെഡിസിൻ ട്രീറ്റ്മെന്റ് ഇല്ല, പ്രസവം എടുക്കുന്ന സംവിധാനമില്ല. ഓരോ വൈദ്യശാസ്ത്രങ്ങൾക്കും പൊതുജനങ്ങളിൽ ഒരു സ്പേസ് ഉണ്ട്, അതിന് അതിൻ്റെതായ റോളുണ്ട്. ആ റോളിനെ മാറ്റി വെച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഡയബറ്റിസിൽ നിങ്ങൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് ആണെങ്കിൽ പോലും മെഡിസിൻ നിർത്തിവെച്ചുകൊണ്ട് അക്യുപഞ്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം അത് അക്യുപഞ്ചറിൽ ഇല്ല. അക്യുപഞ്ചറിൽ നിങ്ങൾ എന്താണോ മെഡിസിൻ കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാം. നിങ്ങൾക്ക് കേവലം 24 മുതൽ 36% വരെ മാത്രമേ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ അക്യുപഞ്ചറിന് കഴിവുള്ളൂ എന്ന് സയന്റിഫികമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ, അത് ഡയബറ്റിക് ന്യൂറോപ്പതി ആവട്ടെ, പെരിയാർത്രൈറ്റിസ് ആവട്ടെ, നെഫ്രോപ്പതി ആവട്ടെ, റെറ്റിനോപ്പതി ആവട്ടെ, അതിൽ അക്യുപഞ്ചറിന് റോളുണ്ട്. അവിടെ സാധാരണ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൂടെ നിങ്ങൾ അക്യുപഞ്ചറും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് അതിന്റെ രീതി. അതിനൊരു സയന്റിഫിക് സ്റ്റഡി ഉണ്ട്. ഈ ശാസ്ത്രീയമായ അടിത്തറകളെ പൂർണ്ണമായും മറന്നുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന ചികിത്സാ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ചെയ്യുന്ന ചികിത്സ, എനിക്ക് ഈ നടന്ന പ്രസവവും അല്ലെ മരണവുമായിട്ട് അക്യുപഞ്ചർ ചികിത്സക്കോ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ നാനാഭാഗത്തും നടക്കുന്നത് അക്യുപഞ്ചർ അല്ല. തമിഴ്നാട്ടിലുള്ള ഒരാൾ കണ്ടുപിടിച്ച, ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച ഒരു ചികിത്സാ രീതിയാണ് കേരളത്തിൽ നടത്തുന്നത്. അത്തരത്തിലുള്ള ചികിത്സകൾ കേരളത്തിൽ നടക്കുമ്പോൾ, ഇത് ലോകോത്തരമായ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പേരിൽ നടക്കപ്പെടുമ്പോൾ ഇത് ഒരു വൈദ്യശാസ്ത്രത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനെയാണ് കേരളം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി റേബ ഡാനിയൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ആണ് റേബ ഡാനിയൽ. ഈ പാനലിസ്റ്റുകളിൽ ഒരുപക്ഷെ ആവശ്യമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരമ്മ വീട്ടിൽ പ്രസവം വേണമെന്ന് ആഗ്രഹിച്ചാൽ അതങ്ങനെ വേണം എന്ന ഒരു നിലപാടുള്ള വ്യക്തിയാണ് റേബ ഡാനിയൽ. റേബ തന്നെ ഹോം ബർത്ത് നടത്തിയ ഒരു സ്ത്രീ കൂടിയാണ്. റേബ, ഈ വിഷയം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ നമ്മൾക്ക് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഇത് നരഹത്യയാണെന്ന തരത്തിൽ തന്നെ കാണണം എന്ന് പറഞ്ഞതിന് ശേഷം ഇതിന്റെ ബോധവൽക്കരണം നടപ്പിലാക്കണം എന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ കൂടുതൽ പേരെ, ആരെങ്കിലും ഈ രീതിയിൽ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടുന്ന ബോധവൽക്കരണമാണ് ഇതിനുള്ള ചികിത്സ അല്ലെങ്കിൽ പറയേണ്ടത് എന്ന് പറയുന്നിടത്ത് റേബ എന്തുകൊണ്ട് വ്യത്യസ്തയായി ചിന്തിക്കുന്നു? റേബ മ്യൂട്ടാണെന്ന് തോന്നുന്നു. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ റേവ? ഓക്കെ, റേവ തിരിച്ചു പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഒരു പക്ഷെ മ്യൂട്ടായിരിക്കാം. ശരി, ഒന്ന് നോക്കിയതിന് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ റീനയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഡോക്ടർ റീനയിലേക്ക് എത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി റേബ ഡാനിയൽ, ഇപ്പോൾ കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമായൊരു ചിന്ത? ഒരമ്മ വീട്ടിൽ പ്രസവം എന്ന് ആഗ്രഹിച്ചാൽ അത് അങ്ങനെ നടക്കണം എന്ന് താങ്കൾ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ നടക്കണം എന്ന് ഞാൻ വാദിക്കുന്നതല്ല. അതൊരു ചില സാഹചര്യങ്ങളിൽ അതൊരു അമ്മയുടെ ഒരു റൈറ്റ് ആണെന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ പറയുന്ന ചർച്ചയിൽ ആ പോയിന്റ് ആണ് ഏറ്റവും മുന്നോട്ട് നിർത്തേണ്ടതെന്ന് എനിക്ക് തന്നെ പേഴ്സണലി തോന്നുന്ന ഒരു പോയിന്റ് അല്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വുമൻസ് റൈറ്റ്സിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ വേറൊരു തരം കോവേർഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഉള്ള സമ്മർദ്ദം, അതിപ്പം മതത്തിന്റെ സമ്മർദ്ദം ആയിരിക്കാം, അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രസവത്തിൽ അവർക്ക് അനുഭവിച്ചിട്ടുള്ള ആ അനുഭവത്തിൽ നിന്നുള്ള ഭയമായിരിക്കാം, അതും ഒരു സമ്മർദ്ദമാണ്. മനസ്സിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇല്ലാതെ ഒരു സ്ത്രീ സേഫ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഇൻഫോംഡ് ആയിട്ടും ഉണ്ടാക്കുന്ന ചോയ്സിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. പല സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് അതിന്റെ ഇപ്പം നേരത്തെ കാണിച്ച വീഡിയോ പോലും
ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസിൽ പോലും ഇപ്പം ഞാൻ അതിൽ യോജിക്കുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടി ആണെങ്കിൽ ആകാമെന്നാണോ? ഡെഫിനറ്റ്ലി ആകാം. നമ്മൾ എവ്രിവെയർ ലോകത്തിലെ പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. കൂടുതലും അതാണ് സേഫ് എന്ന് അറിഞ്ഞിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മളിപ്പോ NHS പോലത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു ഹെൽത്തി മദർ ആണെങ്കിൽ ഒരു മിഡ്വൈഫ് വീട്ടിൽ വന്നിട്ട് അവര് തന്നെ ഒബ്സ്റ്റെട്രിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ്വൈഫ് അവരുടെ ഹൗസസിൽ വന്നാണ് പ്രസവം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓവർ ഡെക്കേഡ്സ് ഗ്ലോബലി നമുക്ക് ഓൾറെഡി പ്രൂഫ് ഉണ്ട് ഇത് കുറച്ചും കൂടെ ഒരു ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി കെയർ മോഡൽ നമുക്ക് ആകാമെന്നുള്ളത്. നമ്മുടെ കൺട്രിയിൽ ഇതുവരെ അത് ആയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഹോം എന്ന് പറയുന്നത് സേഫ് ആയിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ബർത്ത് ഹോമിലാകാം, ഹോസ്പിറ്റലിലാകാം. ഇത് ആപ്ലിക്കബിൾ, പക്ഷെ എല്ലാ കേസിനും അല്ല. ഹൈ റിസ്ക് കേസസ് ഒരിക്കലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ അസ്മയുടെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാത്ത ഡീറ്റെയിൽസ് ആണ് നമ്മളെ എപ്പോഴും പസിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഈ എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ ഇതിന് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യവും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളിപ്പോ എല്ലാരെയും ഫോഴ്സ് ചെയ്ത് ആശാ വർക്കറെ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ജനതനെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഈവൻ സ്ത്രീകളായിട്ട് എടുക്കുവാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ മാത്രമേ നിങ്ങൾ പ്രസവിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നമുക്കത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ ആക്ച്വൽ റീസൺസ് നമ്മൾ തെരഞ്ഞിട്ട് അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി ഡോക്ടർ റീന, വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള ഹോം ബർത്ത് സാധ്യമാകുന്നുണ്ട്. അതിനൊരു പക്ഷേ മാസങ്ങൾ ഉള്ള ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ അത്രയധികം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമൊക്കെ ആയിരിക്കാം. പക്ഷേ അത് പുരോഗമനത്തിന്റെ പാതയിൽ തന്നെ അമ്മയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇടത്ത് പ്രസവം സാധ്യമാക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നത് ഇനി സാധ്യമാണോ? അപ്പോൾ ഏത് തരത്തിൽ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ? ഇത് പക്ഷേ ഒരിക്കലും ആ നിലയിൽ കാണേണ്ടുന്ന വിഷയമല്ല, പ്രാകൃതമായ നടപടികളാണ്. ആ പെൺകുട്ടി തന്നെ, അസ്മ എന്ന പെൺകുട്ടി തന്നെ 5 പ്രസവങ്ങൾ നടത്തിയിട്ടുണ്ട് 35 വയസ്സിനിടയിൽ. അതിൽ ഇതുപോലെ തന്നെയാണോ മുൻ പ്രസവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയില്ല. ആളുകളെ സംബന്ധിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ നടത്തിയിരുന്നത്, അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു വയറ്റാട്ടി ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് പക്ഷേ പുരോഗമനത്തിന്റെ പാതയിൽ തന്നെ വീട്ടിൽ പ്രസവം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാം. അപ്പോൾ ആ അന്തരത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓവർ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനകത്തെ ലെയേഴ്സ് മിസ്സായി പോകുന്നത്. യൂട്യൂബ് മാത്രം ചോദിച്ചത്. ഞാൻ ഈ കാര്യത്തിന് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ പ്രസവത്തില് അമിത രക്തസ്രാവമായിരുന്നു മരണകാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ അമിത രക്തസ്രാവം ഉണ്ടാവുന്നതെന്നൊന്ന് വളരെ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് വരാം. സാധാരണ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളില് ഏതാണ്ട് 3 കിലോ തൂക്കമുള്ള ഒരു കുഞ്ഞുണ്ടാവും, 1/2 കിലോ തൂക്കമുള്ള പ്ലാസന്റ ഉണ്ടാകും, ഏതാണ്ട് 1 ലിറ്ററോളം ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന ആ ഫ്ലൂയിഡ് ദ്രാവകം ഉണ്ടാവും. ഇത്രയും ഏതാണ്ട് ഒരു 5 കിലോയോളം ഡിസ്റ്റന്റ് ഒരു ബലൂൺ പോലെ വീർത്തിരിക്കുന്ന ഗർഭപാത്രത്തിൽ നിന്ന് പെട്ടെന്ന് കുഞ്ഞ് പുറത്തു വരുന്നു. കുഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ ഗർഭപാത്രം സാധാരണ രീതിയിൽ ചുരുങ്ങി നമ്മുടെ ഒരു കൈമുഷ്ടിയേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ഒരു സൈസിലേക്ക് ഇത് എത്തണം. എന്നിട്ട് പ്ലാസന്റ അഥവാ മറുപിള്ള അതിൽ നിന്ന് വേർപെട്ടാൽ ഈ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ പലപ്പോഴും അമിത രക്തസ്രാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് ഈ വീർത്തിരിക്കുന്ന യൂട്രസ് പഴയ സ്ഥിതിയിലേക്ക് എത്താതിരിക്കുകയും യൂട്രസ് ആ വീർത്തിരിക്കുന്ന യൂട്രസിൽ നിന്ന് കുഞ്ഞും പ്ലാസന്റയും പോയി കഴിയുകയും ചെയ്യുമ്പോൾ കുഞ്ഞിലേക്ക് വന്നുകൊണ്ടിരുന്ന രക്തം പുറത്തോട്ടൊഴുകും. മറ്റത് കുഞ്ഞിലോട്ട് പോകുന്നു, കുഞ്ഞിൽ നിന്ന് തിരികെ യൂട്രസിൽ എത്തുന്നു. ആ രക്തം അമ്മയുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് പുറത്തു പോയി കഴിഞ്ഞു, ആ രക്തം കുഴലുകൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, ഈ ബ്ലഡ് എല്ലാം കൂടെ ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു. ഈ ഗർഭപാത്രം ശരിയായ രീതിയിൽ ചുരുങ്ങിയില്ലെങ്കിൽ കേവലം 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും 5 ലിറ്റർ രക്തവും പുറത്തു പോകാം. ഈ 5 ലിറ്റർ രക്തമാണ് നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. ഈ 5 ലിറ്റർ രക്തത്തില്
ഒരു 1.5 ലിറ്റർ പോയാൽ പോലും അമ്മയുടെ സ്ഥിതി അതീവ ഗുരുതരമാകും. മുഴുവൻ പോകുന്നതിന് 8 മിനിറ്റ് മതിയിൽ 1-2 മിനിറ്റിനുള്ളിൽ ശരിയായി ചുരുങ്ങാത്ത ഗർഭപാത്രത്തിൽ നിന്ന് 1.5 ലിറ്ററോളം രക്തം പുറത്തു പോകാം. വളരെ അപൂർവമായിട്ടാണ് യൂട്രസ് ഇങ്ങനെ ചുരുങ്ങാതിരിക്കുന്നത്. എന്നാൽ പോലും ഇത് ഏത് രോഗിക്ക് വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന അമിത രക്തസ്രാവം എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യന്റിനാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. 5ാമത്തെ പ്രസവം അല്ലെങ്കിൽ കൂടുതൽ പ്രസവം, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഓവർ ഡിസ്റ്റൻഡ് യൂട്രസ്, ഇതെല്ലാം അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളർച്ച, ഇതെല്ലാം നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ലാത്ത ഒരു ഗർഭിണിയിലും ഇത്തരത്തിലുള്ള അമിത രക്തസ്രാവം ഉണ്ടാകാം എന്നതുകൊണ്ട് തന്നെ ഏത് വ്യക്തിക്കാണ് ഈ അമിത രക്തസ്രാവം ഉണ്ടാവുക എന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചൂസ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് വീട്ടിൽ പ്രസവിക്കാമെന്നോ ഈ വ്യക്തിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊരു സ്ട്രാറ്റിഫിക്കേഷൻ അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ്, അത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഫിഡൻഷ്യൽ റിവ്യൂ ഇൻറ്റു മെറ്റേണൽ ഡെത്ത്, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന മാതൃമരണങ്ങൾ ഓരോന്നും വ്യക്തമായി പരിശോധിക്കുകയും കാരണം കണ്ടെത്തുകയും ചെയ്ത് അതിന് അനുസൃതമായ ഇടപെടലുകൾ മാതൃമരണങ്ങൾ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയിൽ നമ്മൾ ചെയ്തത് കൊണ്ട് തുടക്കത്തിൽ നമ്മൾ 2001 ഈ കോൺഫിഡൻഷ്യൽ റിവ്യൂ ഇൻറ്റു മെറ്റേണൽ ഡെത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ലീഡിംഗ് കോസ് ഓഫ് മെറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത് അമിത രക്തസ്രാവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടർലി റിവ്യൂ ഓരോ 3 മാസം കൂടുമ്പോഴും ആ 3 മാസത്തിൽ സംഭവിച്ച മാതൃമരണങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസം കഴിഞ്ഞ ജനുവരിയിൽ അനലൈസ് ചെയ്ത മെറ്റേണൽ ഡെത്ത്സിൽ ഒരൊറ്റ കേസ് പോലും അമിത രക്തസ്രാവം മൂലം ഉണ്ടായില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ ഇടപെടലുകളിലൂടെ അമിത രക്തസ്രാവമുള്ള മെറ്റേണൽ ഡെത്ത്സ് കഴിഞ്ഞ 3 മാസം നമുക്ക് ഉണ്ടാകതേ ഇല്ല. ആ സ്ഥാനത്താണ് വീട്ടിൽ വെച്ച് പ്രസവം നടത്തുകയും അത് ഈ പർട്ടിക്കുലർ ഈ കുട്ടിയാണെങ്കിൽ 5ാമത്തെ പ്രസവമാണ്. 5ാമത്തെ പ്രസവം നല്ല റിസ്ക് കൂടുതലുള്ള ഒരു പ്രസവമാണ്. അങ്ങനെ ഒരു കുട്ടി, ഒരു ഗർഭിണി വീട്ടിൽ പ്രസവം നടക്കുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു മാതൃമരണമാണിത്. ഇത്തരം മാതൃമരണങ്ങൾ നമുക്ക് കേരളത്തിൽ സംഭവിക്കാനേ പാടില്ല. ഇനി ഒഴിവാക്കാൻ കഴിയാത്ത ചില മാതൃമരണങ്ങളുണ്ട്. അത്തരം മാതൃമരണങ്ങളാണ് ഇപ്പോഴും നമുക്ക് നമ്മുടെ ഈ മെറ്റേണൽ ഡെത്ത് റേറ്റ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് കൂടി വന്നില്ല. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വളരെ ചുരുക്കിയ ഒരു മറുപടി. ഈ പറഞ്ഞതുപോലെ 8 മിനിറ്റിനകം അല്ലെങ്കിൽ രക്തം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ എത്ര സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ആ മാതൃമരണങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ വാഹന സൗകര്യങ്ങൾ, ആശുപത്രിയിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന സമയം, അതല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഹെലികോപ്റ്ററിലൂടെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അത്തരം ഒരു സെറ്റപ്പ് വീട്ടിലേക്ക് എത്തുകയും ഒരു എമർജൻസി ലൈഫ് സപ്പോർട്ട് നൽകാനും സാധിച്ചേക്കാം. അത്രയൊന്നും സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ആയിട്ടില്ല. ശരി, ഒരിടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് എത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി എം സുൽഫത്ത്, നമ്മുടെ പുരോഗമന സമൂഹത്തിൽ പല പിന്തിരിപ്പൻ വാദങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിനെതിരെ, സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ എത്തുന്നതിനെതിരെ, വസ്ത്രധാരണത്തിനെതിരെയൊക്കെ. ഈ പെൺകുട്ടിക്കും ഒരുപക്ഷെ ആശുപത്രിയിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നിരിക്കും, അവരുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സമയത്തെങ്കിലും കൊണ്ടുപോകണമേ എന്ന് അപേക്ഷിച്ചിരിക്കാം. പക്ഷേ അത് നടന്നില്ല എന്ന് വേണം കാണാൻ. മതത്തിന് ഒരു ബന്ധവുമില്ല, മതം അത് പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യം കഴിയുമോ? ആ പറഞ്ഞതൊരു പോയിന്റാണ്. മതം ഒരിക്കലും, ഞാൻ അറിഞ്ഞിടത്തോളം ഇസ്ലാം മതം ഒരിക്കലും ചികിത്സക്കെതിരോ അല്ലെങ്കിൽ ചികിത്സ ചെയ്യാൻ പാടില്ല എന്നോ പറയുന്ന ഒരു മതമല്ല. പക്ഷെ ഈ ഒരു പുതിയ കാലത്ത് ഈ മതം, ഇസ്ലാം മതത്തിലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ ഡോക്ടർമാരുണ്ടാകുന്നു, വിദ്യാഭ്യാസം ചെയ്യുന്നു, വലിയ രീതിയിൽ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടിത ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ ഒരു സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ സർക്കാർ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് വളരെ കാലമായി ചർച്ച നടക്കുന്നു. ഒരു ഇടതുപക്ഷ സർക്കാരിന് അത് കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന രീതിയിലുള്ള എനിക്ക് മുമ്പ് സംസാരിച്ച അക്യൂപഞ്ചറുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വളരെ വിദഗ്ധനായ ഒരാൾ പറയുന്നത് കേട്ടു, ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഇത് കേരളത്തിൽ നിരോധിക്കുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണം നടക്കേണ്ടതുണ്ട്. കാരണം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നു. വീട്ടിൽ ഈ രീതിയിൽ പ്രസവിച്ചവരെ ആദരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ
പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് നിരോധിക്കാനുള്ള സംവിധാനം, പ്രത്യേകിച്ച് ഇതുപോലെ റിസ്ക് ഉള്ള സംഭവങ്ങളിൽ അത് അത്യാവശ്യമാണ്. അപ്പോഴും ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും. അതായത് ഒരു സ്ത്രീക്ക് തീരുമാനിക്കാം വീട്ടിൽ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. അതേസമയം നമ്മുടെ കേരളം പോലെയുള്ള സ്ത്രീകൾ ഇപ്പോഴും ആരോഗ്യപരമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അത് നടപ്പിലാക്കുമ്പോൾ അതിനുള്ള ഈ പറയുന്ന അസിസ്റ്റൻസ്, വൈദ്യശാസ്ത്രപരമായ പിന്തുണാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവർ വീട്ടിൽ പ്രസവിക്കുന്നെങ്കിൽ അതാകട്ടെ എന്ന് പറയാമെങ്കിൽ പോലും അത് സ്ത്രീയുടെ താല്പര്യമാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത് ഈ ഭർത്താക്കന്മാരുടെ താല്പര്യമായിരിക്കും എന്നുള്ള കാര്യത്തില് വളരെ ചുരുക്കം ആളുകൾ അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായ, നേരത്തെ സംസാരിച്ചതുപോലെയുള്ള ആളുകൾ ഒരു പക്ഷെ അതിന് തയ്യാറാകുമായിരിക്കും. ഇവിടെ സംഭവിച്ചത് അതല്ലേ അല്ല. കാരണം ആ വീട്ടിൽ മറ്റൊരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. 2 വയസ്സായ കുട്ടി മുതൽ 4 കുട്ടികൾ ആ വീട്ടിലുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും അവിടെ ഒന്ന് സംഭവിച്ചാൽ ഈ കുട്ടിക്ക് ഒരു കെയർ കൊടുക്കാൻ പോലും ആരുമില്ലായിരുന്നു എന്നുള്ളത്. അതുപോലെ ഈ സ്ത്രീ കഴിഞ്ഞ ജനുവരിയിൽ ആശാവർക്കർ അവിടെ പോയിരുന്നപ്പോൾ ജനലിൽ കൂടിയാണ് സംസാരിച്ചത്. അങ്ങനെ ഗർഭിണി അല്ല എന്ന് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. നമുക്കറിയാം ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിന്റെ തത്വം എന്ന് പറഞ്ഞതുകൊണ്ട് പണ്ടൊക്കെ സ്ത്രീകൾ വാതിലിൽ മറഞ്ഞു നിന്നുകൊണ്ട് സംസാരിച്ചിരുന്ന സ്ത്രീകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വിവാഹ വാർഷികം ആഘോഷിച്ച് ഫോട്ടോ ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ഈ വല്ലാത്ത രീതിയിൽ നമുക്കിതൊരു മതത്തിന്റെ പ്രശ്നമായി കാണരുത് എന്ന് ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ കാണാതിരിക്കാനാകുന്നില്ല. കാരണം അതിനെ തടയിടേണ്ടത് ഈ മതത്തിന്റെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കൃത്യമായി ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഈ പറയുന്ന ആളുകളോട്, അതായത് ആന പ്രസവിക്കുന്നില്ലേ, പശു പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കാനുള്ളത്, അവരൊന്നും ഇണചേരുന്നത് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ അല്ല. മനുഷ്യര് പലപ്പോഴും അത് ഒരു ഒളി സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിലെ കട്ടില് ഇതുപോലൊക്കെയുള്ള സ്ഥലത്ത് ഇണചേരുമ്പോ ആന ഇണചേരുന്നത് പരസ്യമായിട്ടൊരു സ്ഥലത്താണ്. അതിന് ഈ പറയുന്ന ഉസ്താദുമാരോട് അങ്ങനെ തിരിച്ചു ചോദിക്കാൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൽ തന്നെയുള്ള മനുഷ്യർ തയ്യാറാകേണ്ടതുണ്ട്. ഇത് കേട്ടിരിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കുന്ന സദസ്സിനെ ഓർത്ത് ലജ്ജ തോന്നുകയാണ്. ഇത് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത സദസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഭയപ്പെടുത്തുന്നത്. ശ്രീ ജലീൽ മാമാങ്കര, അപ്പോൾ ആര് പറയുന്നത് കേൾക്കണ്ട എന്നൊരു ആശങ്ക വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചുണ്ടോ? നിങ്ങൾ ആദ്യത്തെ സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിന് കേടുവരുന്നു, പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ഈ സ്കാൻ ചെയ്ത് പറയുന്ന കുറ്റമെല്ലാം നിങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഉണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അറിവില്ലായ്മ ആളുകളിലേക്ക് പകരുകയാണ് മതപണ്ഡിതരെന്ന് സ്വയം വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നവർ. അപ്പോൾ നമുക്കറിയാം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് മതം പഠിപ്പിക്കാൻ പ്രത്യേക സംവിധാനങ്ങളും വ്യവസ്ഥാപിതമായ മാർഗങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ബോധവൽക്കരണം, അതിൻ്റെ ഉത്തരവാദിത്വം മതത്തിനാണ് എന്ന് തന്നെ കരുതി ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, കള്ളനാണയങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടേ? അതാണ് ഞാൻ സൂചിപ്പിച്ചു. ഈ മതം എന്നത് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനുള്ളതാണ്. വിശുദ്ധ വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന് ജീവൻ നൽകി കഴിഞ്ഞാൽ ലോകർക്കുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെയാണ് എന്നാണ്. അന്യായമായി ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയതുപോലെയാണ് എന്നതാണ്. ഇവിടെ ഈ വിശ്വാസവും മതവും പറഞ്ഞുകൊണ്ട് ചികിത്സാ രീതികളിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ പിന്നോട്ടടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പുതിയ കാലത്ത് പ്രത്യേകിച്ചും എല്ലാ മതവിശ്വാസികളിലും പെട്ട ആളുകൾ പഠിക്കുന്നു, അവർ വിവര സാങ്കേതിക വിദ്യകളിൽ ഉന്നതാവസ്ഥയിലെത്തുന്നു, അവരിൽ നിന്ന് ഡോക്ടർമാരുണ്ടാകുന്നു, മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുന്നു, ആളുകൾ ചികിത്സാ രീതികൾ പഠിക്കുന്നു. ഇവിടെ ഈ ചർച്ചകളിൽ നിന്ന് വ്യക്തമാണ് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ എന്ന സംസാരം തന്നെ നമ്മുടെ നാട്ടിൽ ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള യാതൊരുവിധ സാങ്കേതിക വിദ്യകളും നമ്മുടെ നാട്ടിലില്ല. വിദേശ രാജ്യങ്ങളിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ സംസാരം ഇവിടെ ഒന്ന് വ്യാപകമാണ്. പഴയ കാലത്ത് 5ഉം 8ഉം കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച അമ്മമാരുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഒരു കുഞ്ഞിന്റെ പ്രസവം കാത്തു നിൽക്കുന്ന ഒരു സ്ഥലത്ത് പഴയ കാലത്തുള്ളതുപോലെ അതെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയായ ഒരു സ്ത്രീ പോലും ഇല്ലാതെ കേവലം ചില മന്ത്രങ്ങളും കേവലം ഇങ്ങനെ 3 മാസവും 6 മാസവും കൊണ്ടെടുത്ത
സർട്ടിഫിക്കറ്റുകളുമായി കൊണ്ട് ഇരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഇതൊരു പൊതുവിഷയമായി കൊണ്ട് നമ്മൾ ഏറ്റെടുത്ത്, എനിക്ക് വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, ഈ 10ാം ക്ലാസ് +2 പോലും പാസ്സാകാത്ത ആളുകൾ ഡോക്ടർമാരെക്കാൾ വലിയ ഈ വിജ്ഞാനം വിളമ്പുന്ന ഒരു കാലത്ത് ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം, ഒരു സാമൂഹിക പ്രതിരോധം നാം തീർക്കേണ്ടതുണ്ട്. ശരി, എന്തായാലും ഇത് മതത്തിന്റെ പേരിലുള്ളതല്ല, മതം പറയുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടവർ. എന്തായാലും ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കുരുതി കൊടുക്കാനുള്ള നമ്മളുടെ മുന്നോട്ട് പോക്കിനെ പിന്നോട്ടടിക്കാൻ നടക്കുന്ന ഈ ശ്രമത്തെ നമുക്ക് ചെറുക്കാനാകൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.